ഹേ ഗൈസ്, വെൽക്കം ടു പുതിയൊരു വ്ളോഗ്. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ദിവസമാണ് സുഹൃത്തുക്കളെ. ക്രിസ്മസിന് ഇന്ന് എന്താണ് എനിക്ക് പരിപാടി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പ്രത്യേകിച്ച് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. നൈറ്റ് ട്രിവാൻഡ്രം എവിടെയെങ്കിലുമൊക്കെ പോകണം. അതുകൊണ്ട് അച്ഛൻ വന്നിട്ടുണ്ട്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. എന്തിനാ പരിപാടി ക്രിസ്മസ് ആയിട്ട്? പ്രത്യേകിച്ചൊന്നുമില്ല, അതാണ് പരിപാടി. പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്തതാണ് പരിപാടി. അമ്മയുടെ പരിപാടി എന്താണ് നമുക്ക് ചോദിക്കാം. ക്രിസ്മസ് ആയിട്ട് ഇത് തന്നെ അല്ലേ? ചേമ്പലയാ? അതെ, ചിക്കൻ കറി ഉണ്ട്, ചീനിയുണ്ട്, പിന്നെ ഇതെന്തൊരു ചേമ്പല തോരൻ. എന്നും വീട്ടിൽ ചേമ്പല. ആ ചേമ്പിനി മൂടോടെ പുഴുത് പോകുന്നിടം വരെ വീട്ടിൽ ഇനി ചേമ്പല വെച്ച് തോരനാ. മടുത്ത് തിന്ന്. ആ പുൽക്കൂട് വെച്ചപ്പോഴത്തേൻ്റെ അന്ന് പാട്ട് പാടാന്ന് പറഞ്ഞിട്ട് പിന്നെ പാടാൻ പറ്റില്ലല്ലേ. ഞാനും മറന്നുപോയി ലാസ്റ്റ്. പിന്നെ അതുകൊണ്ട് ആ ക്ഷീണം ഇന്നങ്ങ് മാറ്റാൻ പോവാണ്. ക്രിസ്മസ് ഗാനം രണ്ടുപേരെ ആലപിക്കാനായി അച്ഛനെ ക്ഷണിക്കുന്നു. കാനായിലെ കല്യാണ നാളിൽ ഗൽഭരണിയിലെ വെള്ളം മുന്തിരി നീരായി. കാനായിലെ കല്യാണ നാളിൽ ഗൽഭരണിയിലെ വെള്ളം മുന്തിരി നീരായി. സിമ്പിളാണ്, രണ്ട് വരിയിലൊക്കെ നിർത്തിക്കളത്. വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കുക്കിംഗ് വയ്യ അല്ലേ? അതാ, ഹാപ്പി ക്രിസ്മസ്. അച്ഛൻ്റെ വക ഒരു ചിക്കൻ കറി കേട്ടോ. ചിക്കൻ കറിയും ചേമ്പല നല്ല കോമ്പിനേഷൻ. എനിക്ക് തോന്നുന്നു ഞാൻ എങ്ങും കണ്ടിട്ടില്ല ഈ ചേമ്പല വെച്ച് തോരൻ വെക്കുന്ന. എൻ്റെ വീട്ടിൽ മാത്രമേ ഉള്ളത്. ഒത്തന്റിക് ചേമ്പലയാ. അപ്പൊ ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞു. ഓക്കെ ബൈ. പക്ഷെ എനിക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണം. ഉറുമ്പിനും പിടിച്ച് കരയിച്ചാലോ? അച്ഛാ താടി കൊണ്ട് ആദ്യം എന്തെങ്കിലും ചെയ്യും. ഡൈ അടി താടി വടിയച്ചാ. അതാണ് ഇന്ന് ക്രിസ്മസിന്റെ പരിപാടി. അച്ഛന്റെ താടി വടിക്കുന്നു. പുതിയൊരു തുടക്കം. ഷേവ് ചെയ്യാം. ഞാൻ ചെയ്തില്ല ഷേവ്. കേക്ക് വേണോ? ക്രിസ്മസ് കേക്ക്. ക്രിസ്മസിന് എന്തായാലും എല്ലാവരും കേക്ക് മേടിച്ച് മുറിക്കാറുണ്ട്. പ്ലം കേക്ക്. പ്ലം കേക്ക് മേടിച്ച് നമുക്ക് മുറിക്കാം. കേക്ക് മുറിക്കാം. ഓക്കെ സെറ്റ്. കേക്ക് മുറിച്ചിട്ട് ഞാൻ പുറത്തോട്ട് പോകും. അമ്മ എങ്ങോട്ട് പുറത്തോട്ടോട്? അമ്മ സ്കൂട്ടിയിൽ എവിടം വരെ പോയിട്ടുണ്ട്? ലോങ് അഞ്ചല്. അതായത് ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ. ഇതാണ് അമ്മയുടെ ലോഗ്. അമ്മ ഒറ്റയ്ക്ക് ഒരു സോളോ ട്രിപ്പൊക്കെ പോകണം. സോളോ എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ഇങ്ങനെ യാത്ര ചെയ്യുന്നതാണ് സോളോ ട്രിപ്പ് എന്ന് പറയുന്നത്. അമ്മ നമ്മളിങ്ങനെ ഇങ്ങനെയുള്ള വാക്കുകളൊന്നും അറിയത്തില്ല. വേർഡ് സോളോ എന്ന് പറഞ്ഞാലൊന്നും അങ്ങനൊന്നും എനിക്ക് അറിയത്തില്ല. അമ്മ ഒറ്റയ്ക്ക് എല്ലായിടമൊക്കെ ഒന്ന് പോയിട്ട് വാന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് കത്തും. അല്ല, അമ്മയ്ക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ ഏതെങ്കിലും സ്ഥലത്ത് പോണോന്നോ? അങ്ങനില്ല. നമുക്ക് നിനക്ക് എവിടെയെങ്കിലും പോണോന്നുണ്ട്, അപ്പൊ കൂടെ വിളിച്ചാ വരാം. ഇത്ര ഇന്നസെന്റ് ആയിട്ട് പറയുന്നത്. ഞാൻ വരത്തില്ല അച്ഛനോട്. കന്യാകുമാരി അസ്തമയം കണ്ട് ഉദയം കാണാൻ, അസ്തമയം കാണാൻ പോവാ. എന്നിട്ട് ഉദയം ഇല്ലേ അവിടെ? അസ്തമയുണ്ട്. അസ്തമയം അവിടെ അല്ലല്ലേ, അപ്പുറത്തല്ലേ? അല്ല, ഉദയം അസ്തമയം ഒരേ സ്ഥലം അവിടെ തന്നെ ഉണ്ട്. അതല്ലേ വേണ്ട. അച്ഛൻ ചോറൊക്കെ കഴിച്ചിരുന്നു. എനിക്കിവിടെ ചോറ് വിളമ്പിക്കൊടുത്താ. അത് ക്രിസ്മസ് അപ്പൊ ഇതുവഴി പോവും, തലയിലിടാം. അയ്യോ, കരോളുകാരെ കൊണ്ട് ഒരു നിവൃത്തിയില്ല. അത് 8 മണി 9 മണിക്കൊന്നും വരില്ല, 12 മണിക്ക്. പക്ഷെ നല്ല രസമാ. അയ്യോ, ഒരു ക്രിസ്മസ് അപ്പം വന്നിട്ട് വെറൈറ്റി ഒരു സ്റ്റെപ്പ് ഇട്ടായിരുന്നു. അത് ഞാൻ ഇവിടെ കാണിക്കാൻ കിട്ടും. ചിരിച്ചെന്റെ ഉപ്പാടത്. ഹേ ഗൈസ്, അപ്പോൾ ക്രിസ്മസ് ആയിട്ട് അച്ഛൻ്റെ താടി പഠിക്കാൻ പോവാട്ടാ. അച്ഛൻ വിഷമമൊന്നുമില്ലല്ലോ താടി പഠിക്കുന്നതിൽ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ താടി. അതുമല്ല അങ്ങ് നരയ്ക്കുന്നു ഭയങ്കര. ഒരുമാതിരി വൃത്തികേടങ്ങ് ഒരുപാട് വളർന്നണക്ക് തോന്നുന്നു. ഭയങ്കര വെയിൽ കേട്ടാ. ഈ ഡിസംബർ മാസം ഇങ്ങനെയാന്ന് തോന്നുന്നില്ലേ? വെയിൽ, കാറ്റ്, രാത്രി ആകുമ്പോൾ തണുപ്പ്, മഞ്ഞും കൂടെ പെയ്യണം ക്രിസ്മസിന്, എന്നാലേ ഒരു വൈബ് വരത്തുള്ളൂ. നമ്മൾ മുടി വെട്ടുന്ന കടയിൽ കണ്ടിട്ടില്ലേ? അവരിങ്ങനത്തെ കസേരയിലായിരുന്നാ വെട്ടുന്ന. അതിങ്ങനെ കറങ്ങി വെട്ടാൻ പറ്റും. മുടി ഇപ്പം കാണിച്ചു തരാം. തുണി വേണോ? തുണി വേണം. എടുത്തിട്ടോ, മുണ്ടെടുത്തിട്ടോ അച്ഛൻ്റെ.
അല്ല ഇതങ്ങോട്ട് ഊരി കണ്ട ഞാൻ അത്രയ്ക്ക് പ്രൊഫഷണൽ ആയിട്ടാണ് ചെയ്യാൻ പോളാ. ഞാൻ ഒരു താജ്മഹൽ പണിയൊന്ന് ക്രിസ്മസ് അല്ലേ, രാത്രി ആരും കാണത്തൊന്നുമില്ല. ഏത് ഷേപ്പിൽ വെട്ടണം, ഏത് മോഡൽ വേണമെന്ന് പറ. ഇതെല്ലാം ഇവിടെ ഇങ്ങനെ ഫുൾ എടുത്തിട്ട് ഇവിടെ മാത്രം വെച്ചേരട്ടെ? അല്ലെങ്കിൽ ഇവിടെ എടുത്തിട്ട് ഇവിടെ എല്ലാം വെച്ചേരട്ടെ സിംഗം സ്റ്റൈൽ? ഇവിടെ ഇങ്ങനെ ഒരു ഇസർഡ് ഇട്ടാലോ? വേണ്ട അത് വേണ്ടേ? ആ മോഡലും വേണ്ട എന്ന് എസ് ആക്കാം. എനിക്ക് എന്തെങ്കിലും ഒരു യുണീക്ക് ആയിട്ട് ചെയ്യണം. അല്ല എനിക്ക് മറ്റൊരാളുടെ താടി ചെയ്താലേ എന്റെ ക്രിയേറ്റിവിറ്റി വരത്തുള്ളൂ. മീശ എടുത്തിട്ട് താടി സെറ്റ് ചെയ്യാം. തുണി വേണമെന്നില്ല ചേട്ടാ. അമ്മ മറ്റേ തോർത്തൊക്കെ എടുത്തിട്ടുണ്ടോന്ന്? എന്തൊരു ഡെഡ് ബോഡിയാ. മറ്റേ തമിഴ്നാട്ടിൽ പോകുന്ന സമയത്ത് നെറ്റിയിൽ ഒരു അടിച്ചിട്ട് ഇരിക്കൂലേ കസേരയില്. താടി എടുക്കാൻ പോണേ. ഇതേ കളർ അടിക്കാൻ സമയം കേട്ടോ. വല്ല പെയിന്റ് ഇടയിലാണ് കൊണ്ട് കൊടു. ഈ മുടിയൊക്കെ എന്തിനാ വെച്ചോണ്ടിരിക്കുന്ന? ഇപ്പൊ സ്റ്റൈലൊന്നും വേണ്ടല്ലേ? എന്നാലും ഞാൻ ഒരു സ്റ്റൈൽ പണിയും. വെറൈറ്റി സാറേ ഇപ്പൊ കാണിച്ചാ പോലെ. അനങ്ങാതിരുന്നോ, ഇന്ന് ഈ മീശമ ഞാനൊരു താജ്മഹാള് പണിയും. അനങ്ങിയാലത് കുത്തബ് മീനാറാകും. ഇനി അച്ഛനെ കാണിക്കൂ. അതാ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഇത് കരടിയായിരുന്നു. ഉറക്കം വരുമോ? എന്റെ അടുത്തിരുന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ വിറ്റായിരിക്കും. നമുക്ക് അടുത്തത് മീശ ലെവൽ ചെയ്യാം കേട്ടോ. അതെ നല്ലൊരു കടയിൽ പോയിട്ട് ഒന്നുകൂടെ ഒന്ന് വെട്ടണം കേട്ടോ. ഇത് ഞാൻ ചെയ്താൽ ക്ലിയർ ആവുമെന്ന് തോന്നുന്നില്ല. അച്ഛന് മീശ ഭയങ്കര കട്ടിയല്ലേ? അത് പിന്നെ താഴെ ഇച്ചിരി അതാ ഇങ്ങനെ ഇരിക്കുന്ന പറക്കം തെളികയില്. ഇത് ഇവിടെ മാത്രം വെക്കാച്ച. ഇത് രണ്ട് പഠിച്ചു കളഞ്ഞിട്ട് നേരെ തന്നെ എനിക്ക് ഒന്നും കാണാൻ വയ്യ. അതല്ലേ കണ്ണാടി വെട്ടത്തിറക്കാൻ പോളോ. ക്രിസ്മസ് നമ്മളെന്നാ അടിച്ച് പൊളിക്ക് വെച്ചാ. അച്ഛൻ എവിടെ പറഞ്ഞ് കൂട്ടാൻ്റെ വീട്ടിൽ പോണോ? ഇപ്പൊ പോവേ. അച്ഛന്റെ ധൈര്യം ഒന്നാലും സമ്മതിക്കണേ. എന്റെ മുമ്പിൽ ഒന്നിങ്ങനെ ഇരുന്ന് വന്നല്ലേ. തുണി ഇളക്കുന്ന ടേപ്പ് വേണോ? എന്തിനാ? അളന്നു മുറിക്കേ. അത് വല്ലാത്തൊരു കോമഡി ആയിരുന്നു കേട്ടോ. ഏണ്ട ഈ ഗ്യാപ്പില്ലേ, അതുവഴി ആ കോമഡി അങ്ങ് പോയി. അച്ഛന് മീശയ്ക്ക് ഒരുപാട് കട്ടി വേണോ? കട്ടി വേണോ? എന്നാ പാറക്കല്ല് എടുത്തിട്ട്. ഇങ്ങനെ ഉണ്ടായിരുന്നു കോമഡി. കുളത്തിലായിരുന്നല്ലേ? ഷേവ് ചെയ്യാൻ ആളുണ്ടോ? അമ്മ ഇങ്ങോട്ടിരി, ആ തല ഇങ്ങ് പഠിച്ചിറക്കാം. ഇങ്ങനൊക്കെ ഇരിക്കുന്നുണ്ടാ ഇവിടെ ആരും മുടിയേട്ടാ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാലിലൊക്കെ കേറിയിരുന്നോ. ഒരു കണ്ണാടി എടുത്തിട്ടൊരു കുഴപ്പമില്ല, കൊള്ളാം. അച്ഛന്റെ കണ്ണാടി ഞാനല്ലേ അച്ഛാ? എന്റെ മനസ്സ് കണ്ണാടിയാ. നോക്ക്, കാണുന്നുണ്ടോ? നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ കണ്ണാടി വേണ്ടെന്ന് പറയാം. ഇതെന്താ ചുണ്ടലിയോ? ആ അമ്പലത്തിൽ പണ്ട് ഈ പ്രച്ഛന്ന വേഷം കെട്ടാൻ പോവല്ലേ, അതിന് പണ്ട് അച്ഛൻ പോവായിരുന്നു. ഒരു വട്ടം ശിവനായി നെറ്റിയിൽ മറ്റേ ഇല്ല സൂപ്പർ ഗ്ലൂ വെച്ച് ഒരു പൊട്ട് പൊട്ടിച്ച് ഇതായിട്ട് ഇവിടെ ശിവന്റെ തൃക്കണ്ണൂർ വന്നപ്പോ ചോര വരുന്നത്. മറ്റേ ഫെവിക്ക് കൊട്ടിച്ചിട്ട് തൊലി പോയിട്ടെ ചോര വരാ. അത് എടുത്തപ്പോഴേ ശിവന്റെ ഈ പുലിത്തോലൻ കണക്കുള്ള തുണിയാ എടുത്തത്. എടുത്തപ്പം അതിൽ നിന്ന് 3-4 പാറ്റ ഇറങ്ങി ഓടി. അതെനിക്ക് ഇഷ്ടപ്പെട്ട്. കൊരങ്ങാ അതെന്റെ ഫ്രണ്ട് ഇങ്ങനെ ഇരിക്കുവല്ലേ. ആ വെള്ളത്തിൽ ഇറങ്ങും. ഗൈസ് ഇവിടെ കൊരങ്ങനുണ്ട് കേട്ടോ. പോയാ കൊരങ്ങ് വന്ന് എന്റെ കോമഡിക്ക് നല്ലോണം ചിരിക്കാനും പറ്റിയില്ല. ആണ്ടിലൊരിക്കൽ ഒരു കോമഡി അടിച്ചത് അമ്മ. പാറ്റ പേടിച്ചോടിയതാണ്. അത് ഒരു വട്ടം പറഞ്ഞാലേ കേൾക്കത്തുള്ളൂ, ഇനിയും പറഞ്ഞാൽ കേൾക്കത്തില്ല. പിന്നെ പറഞ്ഞെങ്കിൽ ചിരിക്കുമല്ലേ? ആ ചിരിച്ചായിരുന്നു. കൃഷ്ണ മോഹിന്ദ ജാനാജനാജനേ കൃഷ്ണ ഗോവിന്ദ ആനന്ദ. ഇങ്ങോട്ടിരി, ഡിസ്റ്റർബ് ചെയ്യല്ല, ഞാൻ പറഞ്ഞതാ. ഇവിടെ ഒരു വീക്കട്ട് വെക്കട്ടെ? അച്ഛൻ എന്തിനു പറഞ്ഞാൽ എന്തിനു വേണ്ടെന്ന് പറയുന്ന? അതൊന്നും വേണ്ട, അത് കൊള്ളത്തില്ല. നീ കൊറേ നേരം കൊണ്ടേ പറയുന്നുണ്ട് കൊള്ളാ. ഞാൻ എന്നെ മുഖം കാണിക്കരുതില്ലേ? ഞാൻ കണ്ടോണ്ടിരിക്കുവല്ലേ മുഖം. അതിനെ മുടിയൊന്നും വെട്ടണ്ട. ആ ഇങ്ങനെ വെട്ടണമായിരുന്നു. ഓ മണ്ടൻ കൊച്ചു. ഗൈസ് അപ്പം നമുക്ക് ഇനി ഷേവ് ചെയ്യാം. ഷേവ് ചെയ്യട്ടെ അച്ഛാ? തലേന്ന് തുടങ്ങാം ആദ്യം. എന്തൊരു വൃത്തിയിട്ട സൗണ്ട്. വെള്ളം തന്നെ പറയൂലേ? പതയോ വെച്ചാ? അതെ, ഷേവിങ് ക്രീം ഇല്ല കേട്ടോ, അതുകൊണ്ട് ഫേസ് വാഷ് ഇട്ടാണ് ഷേവ് ചെയ്തത്. മറ്റേ ബ്രഷും ഇല്ല കേട്ടോ. ബ്രഷും ഇല്ല, ക്രീമും ഇല്ല, ഒന്നുമില്ല. ഉള്ള സെറ്റപ്പ് ഇല്ല, അല്ലെങ്കിൽ ഞാൻ സൂപ്പറായിട്ട് ചെയ്തേനാ. ദൈവമേ നല്ല എനിക്ക് വരണേ.
തുടങ്ങട്ടെ. ആദ്യം തന്നെ ചോര കണ്ട സൂപ്പർ ആവുന്ന. എന്ത് പറ്റി എക്സ്പ്രഷനൊക്കെ മാറുന്നു? വേനയുണ്ടോ അച്ഛാ? വേനയുണ്ടോ? വേനയുണ്ടോ? ഞാൻ ഷേവ് ചെയ്യാറേ ഇല്ല കേട്ടോ. ഞാൻ താടി ഇതുവരെ ഷേവിങ് ഈ സമയത്ത് നമ്മൾ സംസാരിക്കാൻ പാടില്ല. ഓ എന്നാ പിന്നെ എന്തിനാ മിണ്ടുന്ന? മിണ്ടാരി എന്നിട്ട് കിടന്ന് മിണ്ടുന്നത്. ഇത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം കേട്ടാ. ബൈ. ഹേ ഗൈസ്, അപ്പോൾ ഇതാണ് അച്ഛൻ്റെ ഫൈനൽ ലുക്ക്. കറുപ്പിക്കുകയും ചെയ്തേട്ടോ, നേരത്തെ വെളുത്തിരിക്കുവായിരുന്നു, ഇപ്പൊ കറുത്ത്. അച്ഛൻ നല്ല അലമ്പായിട്ടിരിക്കുവായിരുന്നു കേട്ടോ. വന്നപ്പോഴേ താടിയൊക്കെ അങ്ങ് ഒരുമാതിരി ഇരിക്കുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പിടിച്ചു ഷേവ് ചെയ്യാം. 3-4 മാസമായിരുന്നു ഷേവ് ചെയ്തിട്ടോ? 3-4 മാസം. അച്ഛൻ ഒരു ചെറിയൊരു ക്രിസ്മസ് അപ്പൂപ്പൻ അങ്ങ് ആയിരുന്നു. ചടയമംഗലം ക്രിസ്മസ് അപ്പൂപ്പൻ. എന്തായാലും ക്രിസ്മസ് അപ്പൂപ്പൻ്റെ കൂടെ പോയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് പോയി ചെറിയായിട്ടൊക്കെ ഒന്ന് ലെവൽ ചെയ്തായിരുന്നു. പക്ഷെ ഇല്ലെങ്കിൽ ഇവിടം വരെ ആയിരുന്നു. അത്രക്കൊക്കെ ഉണ്ടോ? പിന്നെ അപ്പൊ എന്തായാലും ഗൈസ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അച്ഛൻ്റെ ഈ ഒരു ലുക്ക്. ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസ് പോയി അടിച്ചു പൊളിക്കുക. ക്രിസ്മസ്. ഹേ ഗായ്സ്, സമയം ഏതാണ്ട് 7-8 മണി ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പൊ അമ്മയ്ക്ക് ചെറിയൊരു ആഗ്രഹം കേക്ക് മേടിച്ച് കട്ട് ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ പോയിട്ടൊരു ചെറിയ പ്ലം കേക്ക് ഒക്കെ മേടിച്ചോണ്ട് വന്ന കേട്ടോ. മിന്നി കത്തുന്ന ലൈറ്റ് ആയിട്ട്. ഇത് കഴിഞ്ഞ വർഷം എടുത്തു വെച്ചത് അമ്മ ഇപ്പൊ എടുത്തുകൊണ്ട് വന്നു. പക്ഷെ ഇത് കത്തുന്ന കേട്ടോ. ഏട്ടാ മണ്ടി പരിപ്പൊക്കെ ഉണ്ട്. അത് മുമ്പേ തിന്നൂടാത്. കേക്ക് കട്ട് ചെയ്തിട്ട് കേക്കിന് എന്തെങ്കിലും എടുത്ത് തിന്നാവോ? ഹാപ്പി വിഷു എന്നാ? ഹാപ്പി വിഷു, ഹാപ്പി ബർത്ത്ഡേ പറയാറുണ്ട്. ഹാപ്പി ക്രിസ്മസ്. അതാ ഹാപ്പി ബർത്ത്ഡേ അല്ല ഹാപ്പി. ഇതിന്റെ പാട്ട് എന്തിനായിരുന്നല്ലയാ? ഹാപ്പി ക്രിസ്മസിന്റെ പാട്ട്. ഹാപ്പി ക്രിസ്മസ് പാട്ട് ഞാൻ മ്യൂസിക്കിൽ ഇട്ടോളാം. അമ്മ കട്ട് ചെയ്തോ. ഒന്നും മിണ്ടല്ലേ. ആ മണ്ടത്തരം ഒന്നും പറയാതെ ഞാൻ മ്യൂസിക് ഇട്ടോളാതെ പറഞ്ഞില്ലേ. നല്ല കേക്ക്. ഞാൻ ആദ്യം തിന്നിറക്കും എന്നിട്ട് പറ. ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും കേക്ക് കഴിച്ച് ആഘോഷിക്കൂ. എന്താ പറയാ? ഞാൻ ഉണ്ടാക്കിയതാ, കടയിൽ പോയിട്ട് മേടിച്ച. ഇതാണ് സുഹൃത്തുക്കളെ എൻ്റെ ക്യാമറയ്ക്ക് പിന്നിലെ കരങ്ങൾ. ക്രിസ്മസിന് വെള്ള ഷർട്ട് വേണം ഇടാൻ. ഞാൻ എന്നെ കണ്ടില്ലേ. കേക്ക് ഇഷ്ടപ്പെട്ടല്ലേ? അച്ഛൻ്റെ താടി വെട്ടിയത് എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ അത്രേ ഉള്ളു ഗൈസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ക്രിസ്മസ് ആഘോഷമൊക്കെ വലിയ ആഘോഷം പരിപാടിയൊന്നും ഇല്ല. ചെറിയതായിട്ടൊരു കേക്ക് മേടിച്ച് കട്ട് ചെയ്ത്. വലുതായിട്ട് ആഘോഷിച്ചാലും ചെറുതായിട്ട് ആഘോഷിച്ചാലും ആഘോഷമാണ് അല്ലേ? അമ്മ ഹാപ്പിയാണോ? ഞാനും ഹാപ്പിയാണ്. ബിമോ ഹാപ്പിയാണോ? ഹാപ്പിയാണ്. അത്രേ ഉള്ളു ഗൈസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഹോപ്പ് യു ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതുള്ള വെറൈറ്റി വീഡിയോ കാണുന്നവരെ ബൈ.